നമ്മുടെ ശബരിമല വ്ളോഗ് തുടങ്ങാൻ വേണ്ടി പോവാണ്. നമ്മൾ കയറാനുള്ള മല ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ കാണുന്ന മലയാണ് നമ്മൾ കയറി ഇറങ്ങാൻ പോകുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് വന്നൊന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ മല മലയൊന്നും അല്ല പിള്ളേരെ, അവിടെ ഒരു 5-6 മലയുണ്ട് അതിൻ്റെ പുറകിൽ. ഇത് കാനനപാത. നമുക്ക് മെയിനായിട്ട് ഗൈഡ് ചെയ്യാൻ പോകുന്ന സുഹൃത്തണ്ണ, നമ്മുടെ ചെക്കനുണ്ട്, നമ്മുടെ പിള്ളേരെല്ലാം ഉണ്ട്. കാണിച്ചു തരാം ഇനി. ഇപ്പൊ പിള്ളേരെ നമ്മുടെ ആദ്യമത്തെ മല കയറാൻ പോവാണ്. ആദ്യത്തെ മലയാ? ഫസ്റ്റ് മല. പിന്നെ ഫസ്റ്റ് മല കയറാൻ പോവാണ്. ഇതുണ്ട് ഇവനെ മേടിച്ചു കൊടുത്ത എന്നാലും നിങ്ങൾ രണ്ടുപേരും മാത്രം കൊടുക്കാൻ വേറെ പൈസ വേറെ ഐറ്റം മേടിച്ചു കൊടുത്തത്. ഇവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വേണം. കുറച്ച് അടുത്ത ട്രിപ്പ് പോവാം. അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ പോവാനേ പോലെ. നല്ല ഹെവി കയറ്റം നമ്മൾ വിചാരിച്ച കണക്കൊന്നുമല്ല. നിക്കറ് കയറും. എന്താ എഴുതര് കയറി വരുന്നുണ്ട് മെനക്കെട്ട്. ഇനി നമുക്ക് അടുത്ത വേഗം കയറാം. പണി തീരും. ഹെവി പരിപാടിയാണ്. നമ്മൾ കയറുന്ന വഴിയൊക്കെ ഉണ്ട്. ഹെവി റൂട്ട്. ചങ്ക കയറി പോവാ ചങ്ക. നമ്മുടെ പിള്ളേരെല്ലാം മേളിൽ പോണ്ട്. എല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ടാണ് കയറി വരുന്നത്. കാനനപാത കഠിനമല്ലേ അണ്ണാ? തീർച്ചയായും. ഇപ്പൊ തന്നെ വെള്ളം കുടിക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് നമുക്ക് കിടക്കുമല്ലോ അണ്ണാ? നീ കാണുന്നത് ഞാനും കാണും. ബോധം കേട്ട് ഇവിടെ മീനില്ലെങ്കിൽ കാണും. വീഡിയോയുടെ അവസാനം കോമഡി ആയിരിക്കും ഗൈസ്. ഇത് ഒരുക്കത്തെ കയറ്റവാ. അത് തന്നെ ഉച്ചത്തിൽ കിടന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളി കയറ്റോ വേണ്ട. തുടങ്ങിയതേ ഉള്ളൂ. ഇതല്ല മല. നിങ്ങൾക്ക് കാണാൻ നേരത്ത് ഇത് സിമ്പിൾ ആയിരിക്കുമെന്ന് തോന്നും, പക്ഷെ ഇത് കുത്തനെ കിടക്കുകയല്ല. ഓരോരുത്തന്മാരൊക്കെ മെഴുകിയിരിക്കുന്നുണ്ട്. നമ്മളൊരു 250 മീറ്റർ നടക്കുമ്പോൾ തന്നെ നമ്മുടെ കഥ വരും. അത് കഴിഞ്ഞിട്ടാ ബാക്കി. ദേ ആദ്യം കയറി പോയമാരൊക്കെ ആയിരിക്കുന്ന ചുവന്നുടുപ്പിട്ട് അവൻ തന്നെ ഈസി പുൽമേട. ഇതാണ് കാനനപാത. ഈ കഴിഞ്ഞ പ്രാവശ്യം ഗ്ലൂക്കോസും ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം അവർ അത് നമുക്ക് തന്നില്ല. ആൾക്കാർ കൂടുതലുള്ളപ്പോൾ സാധനം ഉണ്ട് കഴിക്കാൻ, ആൾക്കാർ കുറവുള്ളപ്പോൾ ഒരു കിണ്ടിയില്ല. ഇതെന്തൊരു പരിപാടി? കിണ്ടിയല്ലടാ, ഗ്ലൂക്കോസ് പൊടി. എനർജി അല്ലേ? എനർജിക്ക. അത് തന്നെ ഗ്ലൂക്കോസ് പൊടി. അമ്മേ 80 മധുരമൊക്കെ ഇവിടെ വരുമ്പം സ്റ്റാർ കണക്ക് കാണും. 80 അല്ല, അതിൽ കൂടുതലും മധുരം ഉണ്ടെന്ന് നമുക്ക് തോന്നും. ഇറക്കത്തിൽ കണ്ട സെറ്റപ്പ്. പരിപ്പ് ഇളകും. പിന്നെ നമുക്കിനി അടുത്ത സ്ഥലത്ത് വന്നിട്ട് കാണാം. ഫസ്റ്റ് മല നമ്മൾ കയറിയിരിക്കുന്നത്. ഫസ്റ്റ് മല കയറി കഴിഞ്ഞിട്ടില്ല, എത്താനായിട്ട് പോകുന്നേ ഉള്ളൂ. പവറൊന്നുമില്ല, പവറൊക്കെ നഷ്ടമാകുന്നില്ല. ആൾക്കാർ പോകുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെയൊന്നും വിളിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? പിള്ളേരെ നമ്മൾ വിളിക്കണമെങ്കിൽ അതിനൊരു പവർ വേണം. അതുകൊണ്ടാണ് നമ്മൾ പിള്ളേരെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഓരോ മലകൾക്കും ഓരോ ഐതിഹ്യങ്ങളും ഓരോ ആത്മീയമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്കതിനെപ്പറ്റി പറഞ്ഞു തരാൻ അറിയത്തില്ല. അറിയാത്തതുകൊണ്ട് നമ്മളതിനെപ്പറ്റി അധികം സംസാരിച്ച് നിങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്തിനാണ് കുറേ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? ഐതിഹ്യങ്ങളൊന്നും അതുപോലെ തന്നെ നിലനിൽക്കും. അത്രേ ഉള്ളൂ. ഏതാ
നമ്മൾ അടുത്ത വെള്ളം കിട്ടുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു വെള്ളം കിട്ടുന്ന സ്പോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. അതാണ് നിക്കടാ, ഇവനാണ് നമ്മുടെ ആള്. ഇവനെ നമ്മൾ പഴയ വ്ളോഗിൽ കണ്ടിട്ടില്ല. ഇതവൻ തന്നെ. ഇന്നും 5 വർഷം മുന്നേ 5 വർഷം മുമ്പുള്ള വീഡിയോയിലായിട്ടാണ് ഇത് കണ്ട. ഇത് കണക്കത്തെ മനോഹരമായിട്ടുള്ള വ്യൂ. ഓരോ മലകളും നമുക്ക് ഓരോരോ പാഠങ്ങളാണ്. ഇത് തന്നെ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ പാഠത്തെ പറ്റി ഓരോരോ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരും. എല്ലാ കയറ്റങ്ങൾക്കും ഓരോ ഇറക്കങ്ങളും, എല്ലാ ഇറക്കങ്ങൾക്കും ഓരോ കയറ്റങ്ങളും ഉള്ളതാണ് ജീവിതം. അതാണ് ഇതിനകത്തൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ. ദാറ്റ് ഈസ് കോൾഡ് ലൈഫ്. ബി എ മൗണ്ടൻ ഗൈസ്, നോട്ട് എ ഫൗണ്ടൻ. അതാണ് അങ്ങനത്തെ മെൻറ്റാലിറ്റിയിൽ നമ്മൾ നടക്കുക. ജീവിതത്തിൽ എന്തും സംഭവിക്കും, നടക്കാനുള്ളതൊക്കെ നടക്കും. തരണം ചെയ്ത് വരിക. ടേക്ക് റിസ്ക്, ഈറ്റ് റിസ്ക്. ടേക്ക് റിസ്ക്, ഈറ്റ് റിസ്ക്. നോക്കിക്കേ, കാനനപാത എന്ത് മനോഹരമാണ്. ഇതിന് ഇത്ര മനോഹരമാക്കാൻ കാരണം നമ്മൾക്ക് ഇവിടെ എത്തിപ്പെടാൻ കാരണം അയ്യപ്പൻ. ഇതിനകത്തെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ എന്തുവാണെന്നറിയാമോ? നമ്മളിതെല്ലാം താണ്ടി എല്ലാ കഠിനമായിട്ടുള്ള രീതിയിൽ നടന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതാണ് നമ്മളെ അടുത്ത പ്രാവശ്യം വരാനുള്ളൊരു മോട്ടിവേഷൻ. അടുത്ത പ്രാവശ്യവും ഈ വഴി തന്നെ വരാനുള്ളൊരു മോട്ടിവേഷൻ തരും. മനസ്സിലായോ? തത്വമസി, അത് നീയാകുന്നു. അതാണ് അതിൻ്റെ പൊരുൾ, മെയിൻ സാധനം. നമ്മളങ്ങനെ 2 മല ക്രോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പോയിന്റ് വന്നിട്ടുണ്ട്. വെള്ളം കിട്ടുന്ന ഏരിയ. അതിൻ്റെ പുറകിലെ വെള്ളം കിട്ടുന്ന ഏരിയ. ആ കാണുന്നതാണ് വെള്ളം കിട്ടുന്ന ഏരിയ. അതാണ് ഫസ്റ്റ് പോയിന്റ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതാണ്. പിന്നെ നമ്മളിങ്ങനെ അവരോട് പെർമിഷൻ ഒന്നും ചോദിച്ചൊന്നുമില്ല. പെർമിഷൻ അവർക്കറിയാം, എന്നാലും നമ്മൾ ചെയ്യുമെന്നറിയാം. പിന്നെ നമ്മൾ അവരുടെ ഇത് മാനിച്ച് നമ്മൾ കുറച്ചായിട്ടേ ചെയ്യുന്നുള്ളൂ. എല്ലാം കൂടെ ഒന്നും ഉൾപ്പെടുത്തുന്നൊന്നും ഇല്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം. അതന്നെ, അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ എന്തോ ഇല്ല, ഇനി ഇത് ഈ കയറ്റം കയറിയണ്ട. ഈ കയറ്റം ആ ഇറക്കമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവസാനത്തെ ഇറക്കമാണ് അത് ഇച്ചിരി ഹാർഡാണ്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ആ 2 മല കയറിയാണ് വന്നത്. ഇനി അടുത്ത് പോകുന്നത് ആ റൂട്ടാണ്. അവിടെ ആ കാണുന്ന റൂട്ടിൽ കൂടെയാണ് അടുത്ത് പോകാൻ. അതൊരു മലയാണ്, അത് ക്രോസ് ചെയ്ത് അടുത്ത സ്ഥലത്ത് ചെല്ലാം. ഓക്കെ, അപ്പോൾ അടുത്ത ഇതിനകത്ത് നമ്മൾ ഈ കാനനപാതയിൽ കൂടെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ യാത്ര ചെയ്യണം. കാരണം വെച്ചാൽ ശബരിമലയിൽ പോകുമ്പം എപ്പോഴും നമ്മൾ നോർമലായിട്ടുള്ള വഴി കൂടി പോയിട്ട് കാര്യമില്ല. ഈ വഴിയൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഇതുവഴി പോകുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു യാത്രയുടെ അർത്ഥം മനസ്സിലാകും. കണ്ടില്ലേ എന്ത് മനോഹരമാണെന്ന് നോക്കി. ഇവിടെയൊക്കെ യാത്രയുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഇതാണ് ഈ സുന്ദരമായ കാഴ്ചയിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ കഠിനമായൊരു മലയും കയറ്റവും ഇറക്കവും കഴിയണം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചെയ്ത എല്ലാ പാവങ്ങളും തീരണ്ടേ? എന്നിട്ട് അടുത്ത പ്രാവശ്യം അടുത്ത പുതിയ പാവങ്ങളുമായിട്ട് വരണം. അപ്പോൾ മനുഷ്യൻ്റെ ലൈഫ് അതാണ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് അയ്യപ്പൻ്റെ ആ വിഗ്രഹം കാണുമ്പോഴത്തേക്കും ആ ഒരു പോസിറ്റിവിറ്റിയാണ് അവിടെ. സംതൃപ്തി, അതാണ് ഏറ്റവും വലുത്. സംതൃപ്തി. അതിമനോഹരമായ കാഴ്ചയാണ്. പ്രകൃതിയുടെ വിളയാട്ടം. ആകാശമാവട്ടെ, മലയാവട്ടെ, പച്ചപ്പാവട്ടെ, എല്ലാം കൊണ്ടും ഈ ഒരു വഴി കൂടി മാത്രമേ നമുക്ക് അലവുള്ളൂ. ബാക്കി അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഉൾവനമാണിത്. എന്തെങ്കിലും നമ്മുടെ പക്ഷത്തുനിന്ന് അറിയാത്ത കാര്യങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ അറിയാവുന്നവർ എല്ലാം തിരുത്തുക. ഇപ്പോൾ വലുതായിട്ട് ആരെയും ആത്മീയമായിട്ടൊന്നും പറഞ്ഞു തരാനാ, അല്ലാതെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി തരാനൊന്നും അറിയത്തില്ല. നമുക്കറിയാവുന്ന അറിവ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കും. അത്രയേ ഉള്ളൂ. അറിയാവുന്നവരറിയാത്ത എല്ലാവരും അറിവല്ലേ പിള്ളേ. ഒരറിവും ചെറുതല്ല. എവിടെയാണ് ഞാൻ കേട്ടിട്ടുണ്ടത്. ഓക്കെ, എനിക്കിപ്പോഴാണത് ക്ലച്ച് കിട്ടിയത്. ഒരറിവും ചെറുതല്ലെന്ന് പറഞ്ഞാൽ ആരാന്നല്ല അറിവ്. ഒരറിവും ചെറുതല്ലെന്ന് പറഞ്ഞാൽ ആരായിരുന്നു അറിയാവാ? നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനാ സുരേഷ് ഗോപി സാറ്. പുള്ളിയാണ് പറഞ്ഞത് ഒരറിവും ചെറുതല്ല. എവിടെ? കോടീശ്വരൻ. അതാണ്. അടിപൊളിയാ എല്ലാം കൊണ്ടും അടിപൊളി. നീതാ
അതാണ് അവൻ പറഞ്ഞു കേട്ടില്ലേ, ഈ കയറ്റമൊന്നും വലിയ സീനില്ല, ആദ്യത്തെ കയറ്റവും അവസാനത്തെ ഇറക്കൂ. അതാണ് പാട്. അതാണ് മലകയറ്റം കഠിനമ്പൻ അയ്യപ്പ അല്ലേ? അത് തന്നെ. കരിമല, നീലിമല അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷെ ഇതൊക്കെ ഓരോരോ അനുഭവങ്ങൾ, അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. ഓരോ വഴികളും പുതിയ പാഠങ്ങളാണ്. അത് കണക്ക് ഓരോ മനുഷ്യരും ഓരോ പാഠങ്ങളാണ് അല്ലടാ. അതാണ് പാഠങ്ങളുടെ തിരിച്ചറിവ്. വലുതായിട്ടൊന്നും പറയാനായിട്ടുള്ള പ്രാണി എനർജി ഇല്ല. എനർജി ഉണ്ട്, പക്ഷെ അത് അലറിക്കൂയി നമുക്ക് കളയാൻ വയ്യ. മല കയറി തീർക്കാനുള്ളതാണ് എനർജി. തീർക്കണമെന്നല്ല, പോസിറ്റീവിലേക്ക് ഇല്ല. ഇത്ര നാളെ നെഗറ്റീവ് കൊണ്ടാണ് നേരെ പോസിറ്റീവിലേക്ക്. പിന്നെ നമ്മൾ എല്ലാത്തിനും ഒരു തിരിഞ്ഞോട്ടം വേണം. വന്ന വഴിയാണെങ്കിലും വരുന്നതാണെങ്കിലും പോകുന്നതാണെങ്കിലും എല്ലാ വഴികൾക്കും ഒരു തിരിഞ്ഞോട്ടം വേണം. ജീവിതത്തിലും അത് വേണം. നമ്മൾ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരു തിരിഞ്ഞോട്ടം വേണം. വന്ന വഴികൾ ആരും മറക്കരുത്. അതുപോലെ തന്നെയാണ് വന്ന വഴി. വന്ന വഴിയുണ്ടോ? അതാണ് വന്ന വഴി. അടിപൊളിയാണ്. പിന്നെ അവിടെ കുറച്ച് കാട്ടുകൂത്ത് ഐറ്റങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഉണ്ട്, കാണാൻ പറ്റത്തില്ല. അധികം നമ്മളെ ക്യാമറയൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. നമ്മളെല്ലാം അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് കണക്കത്തെ ഐറ്റങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ. അതിമനോഹരമായ സ്ഥലങ്ങളാണ്, അതിമനോഹരം. നമ്മളിപ്പോൾ അടുത്ത വെള്ളം കുടിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക്, അടുത്ത പോയിന്റിലോട്ട് എത്തുവാണ് നമ്മൾ. ഇതേണ്ട നമ്മുടെ കൂടെ ഇപ്പം മിന്നൽ സ്വാമി. കൊട്ടാരം വീട്ടിൽ മിന്നൽ കിട്ടും. മിന്നൽ നിന്നെ വേണം. നിന്നേ ഉള്ളു ഇതിനകത്ത്. ഞാൻ പാവപ്പെട്ടവൻ, ഛർദ്ദിക്കാനുള്ള മൈൻഡ് വന്നപ്പോൾ അത് കണ്ടില്ലേ? മലമടക്കുകൾ, പശ്ചിമനിരകൾ. പശ്ചിമ കിഴക്കല കണ്ടു നോക്കൂ. പശ്ചിമഘട്ടത്തിന്റെ അതിമനോഹരമായ വിശാലതയും ഭൗതിക മല കണ്ടോ? അത് കണ്ടോ? കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് വല്ലാത്തൊരു കോടെ. ഇത് പടിഞ്ഞാറ്, കിഴക്ക്. പല നമുക്ക് ഭൂഖണ്ഡം ഉണ്ടല്ലോ. ഭൂഖണ്ഡോ നമുക്ക് ഭൂഖണ്ഡം. അവന് ഇത് ഞാൻ കട്ട് ചെയ്ത് കളയും കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്ത് കളയും. ഭൂഖണ്ഡം എന്നല്ല. ഭൂഖണ്ഡം എന്ന് വെച്ചാൽ എന്തുവാടാ? ഭൂമിശാസ്ത്രം കണ്ടില്ലേ? കോണ്ടിനെൻസിനാണ് പറയുന്നത് ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഭൂഖണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യ, ആഫ്രിക്ക, ആ സാധനം. ആ പോയവൻ 10ാം ക്ലാസ് തോറ്റതാണ്. 10ാം ക്ലാസ് തോറ്റ മുഖം കാണിക്കാൻ നടക്കുന്നുണ്ട്. പെണ്ണിനെ കണക്കത്തെ ഒരുത്തൻ. അതങ്ങനെ എടുത്ത മുമ്പേ പോകുന്ന ഒരുത്തൻ കെട്ടുപോലും ഇല്ലാതെ വന്നേക്കുക. ചക്രമുത്തിൽ അരവിന്ദ ഫ്രണ്ടേ പോകും. അരവിന്ദൻ ശബരിമലയിൽ വന്നിട്ട് ഇഞ്ചി കച്ചവടം ചെയ്യാൻ വേണ്ടി വരും. ഇഞ്ചി മിഠായി. അതിനുവേണ്ടി ഞങ്ങളുടെ വണ്ടി കയറിയത് പുള്ളി. അത് തന്നെ KGF ആക്കാൻ വേണ്ടി വന്ന കൊട്ടാരം വീട്ടില്ല. അവൻ മുഖം കാണിക്കത്തില്ല. അപ്പൊ പെണ്ണാണ്. പെണ്ണ് സുനിയാണ്. കേട്ടാ, ഇതാണ് കൊട്ടാരം വീട്ടിൽ അപ്പൂട്ട. അടുത്ത ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിരിക്കുന്നു. അവിടെ ക്യാമറയിലൂടെ അല്ല, ക്യാമറ നമ്മൾ ദൂരെ നിന്ന് കാണിക്കുന്നതാണ്. പാതാളം. ഇതാണ് കൊക്കയല്ല, ഇതാണ് മലയുടെ ഇടുക്കാണ്. താഴ്വാരം. ഇതാണ് മലയിടുക്ക്. നോക്കിക്കേ, താഴ്വാരം മേലാകെ. ആ പാട്ട് ഓർമ്മ വരുന്നില്ലേ? അതങ്ങനല്ല. പിന്നെ അതങ്ങനല്ല. അപ്പൂസ താഴ്വാരം മേലാകെ എങ്ങനെയാ? നമ്മുടെ പഴയ മെയിൻ പാട്ടുകാരനാണ്. പാടുന്നുണ്ടോടാ? ഇതിനകത്താ യൂട്യൂബിൽ പാടുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ പാടുന്നുണ്ട് കേട്ടോ. കിട്ടു, നിനക്ക് ഇത് കണ്ടിട്ട് എന്തുവാ പറയുന്നത്? കിട്ടു എന്തേലും പറയടാ. കിട്ടു തൊഴുക. പെണ്ണാണ് ഇവൻ കൂട്ടത്തില്. കറുത്തു പോകും. അവൻ കറുത്തു പോകുമെന്ന് പറഞ്ഞാണ് അവൻ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കുന്നത്. പനിയാണെന്നൊക്കെ പറയുന്നു തള്ള. ഈ ബ്യൂട്ടി കാണുമ്പോഴാണ്. വേറെ ബ്യൂട്ടി ഒന്നും ഒരു ബ്യൂട്ടി അല്ല. അരവിന്ദാക്ഷ എടാ, ഈ വ്യൂ അല്ല ഈ ബ്യൂട്ടി. ബ്യൂട്ടി മീൻ ക്വാളിറ്റി.
ബ്യൂട്ടിയാണ് ക്വാളിറ്റി. കണ്ണന്തേവൻ മലനിര അല്ല ഇത് ഏതോ മലനിരകളാണ്. ഈ നിരകൾ കണ്ട അറിയാലോ, നിനക്കെന്ത് പറയാനുള്ളൂ? എല്ലാം ബ്യൂട്ടിഫുൾ ആൾക്കാരാ. ആ ഇവിടെ അവര് കൂട്ടായിട്ട് ഫോട്ടോ എടുക്കും. എവിടെ? ആ അതെ ആന. നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 3-4 ആന അനങ്ങി പോകുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റത്തില്ല, ഓപ്പറായതുകൊണ്ട് സൂമാക്കാൻ പറ്റത്തില്ല. ആനക്കൂട്ടം നടന്നു പോകുന്നു ഒരു ഫാമിലി. അരിക്കൊമ്പനും ചക്കക്കൊമ്പനൊക്കെ ആയിരിക്കും. പൂണ്ടുരാജ. ശരിയെന്നാ നമ്മള് അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അടുത്ത സ്പോട്ടിൽ നിന്ന് ക്യാമറ അലോഡ് അല്ല, അതുകൊണ്ട് നമ്മുടെ 3-ാമത്തെ സ്പോട്ടിലെത്തി. കഞ്ഞി കുടിക്കുന്ന നമ്മൾ കഞ്ഞിയെ കുടിച്ച് സെറ്റായി. നമ്മൾ ഇത് കാണിച്ചു തരാം. നമ്മൾ കഞ്ഞി കുടിച്ചു, അതിനകത്ത് കയറി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നൈസായിട്ട് എടുക്കുമോ വീഡിയോ. കഞ്ഞി കൊടുത്ത് നമ്മൾ അവിടെ സ്പോട്ടിൽ റെസ്റ്റ് ചെയ്യുക. ഫോറസ്റ്റ് പോലീസും കൂടിയാണ്. നല്ലൊരു പരിപാടിയാണിത്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തളർച്ചയൊക്കെ മാറി മലയെ കയറാൻ പറ്റത്തില്ല. പെയ്ഡാണ്, പക്ഷെ വിശപ്പിന് കഞ്ഞി ഇത് തരുന്ന തന്നെ വലിയ കാര്യം. ഇനി കുറച്ച് നേരം പെയ്ഡാണെങ്കിലും നല്ല കാര്യം. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പോകുന്നതായിരിക്കും. പിള്ളേരെ, ഇത്ര നേരം നമ്മൾ കയറ്റത്തെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയാണ് കഥയുടെ തുടക്കം. ഇനിയാണ് ഇവിടുന്നാണ് ഇറക്കം തുടങ്ങാൻ പോകുന്നത്. ഇനിയാണ് കഥ, ഇനിയാണ് ആരംഭിക്കുന്നത്. കുത്തനായിട്ടുള്ള ഇറക്കമാണ്. ഇനിയാണ് ഇറക്കത്തിൻ്റെ കളികൾ. ആപ്പാട് 5 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഇല്ലേ, 5 കിലോമീറ്റർ എന്ന് പറയുന്നത് 5 കിലോമീറ്ററാണ്. അങ്ങനത്തെ 5 കിലോമീറ്റർ, വല്ലാത്തൊരു 5 കിലോമീറ്റർ. കാലുകൾക്ക് റെസ്റ്റ് ഇല്ലാത്ത സുഖം കിട്ടിയടാ. കാലുകൾക്ക് റെസ്റ്റ് ഇല്ലാത്ത സമയം വരാൻ അടിപൊളി പ്ലേസാണ്. പ്ലേസിനെ പറ്റി പറയാനൊന്നും ഇല്ല. സുന്ദരം, സുദൃഢം, സുതാരി, സുനിശ്ചിതോ, രമണീയം. പ്രകൃതി രമണീയം. ഇനി നമ്മൾ ഇറങ്ങി തുടങ്ങുകയാണ്. ഇതുവഴി പോകുന്നവരും ഉണ്ട്. പോകുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് തമിഴ്നാട്ടിലുള്ളവരാണ് മെയിനായിട്ട് തിരിച്ച് കയറി വരുന്നത്. അവർക്ക് എളുപ്പം ഇതുവഴി പോകാൻ. നമുക്കിങ്ങനെ പോകണം. അവർ മറ്റേ വണ്ടിപ്പെരിയാർ വഴി കയറി നിലയ്ക്കൽ വരും. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേട്ടോ. മൊത്തം കല്ലാണ്, കല്ല് നിറഞ്ഞ പാതയാണ്. അടിപൊളി വ്യൂ. കല്ലും മുള്ളും കാലിക്ക് മെത്ത. കാലിന് മെത്ത. സ്വാമിയെ അയ്യപ്പൻ. അടിപൊളി വ്യൂ. ചെയ്ത പാവങ്ങൾക്കെല്ലാം ഒന്നും കൂടെ ചെയ്ത പാവങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇതാണ് ഇവിടുത്തെ പാതകളുടെ അവസ്ഥ. ഇതുവഴി ജീപ്പ് പോകുന്ന ഇതുവഴി ഇല്ലേ? റോങ് ഇൻഫർമേഷൻ. ഓഫ് റോഡ് അടിക്കുന്നവരും ഉണ്ട്. ഈ വഴി വന്നതിന് പിള്ളേരങ്ങനെ നമ്മൾ നടന്ന് ഒരു ഫോറസ്റ്റിലേ എത്തിയില്ല. വന്ന വഴി കാണിച്ചു കൊടുത്തടാ. അങ്ങോട്ട് നീങ്ങി നോക്കി, എന്നാലേ കാണത്തുള്ളൂ. ഇതാണ് നമ്മൾ വന്ന വഴി. നമുക്കപ്പോഴത്തേക്ക് അണ്ണന്മാർ നമുക്ക് ഗ്ലൂസ് പൊടി, നമ്മുടെ ആന്ധ്രാപ്രദേശ് കർണാടകയിലൊക്കെ ഉള്ള അണ്ണന്മാർ ഗ്ലൂസ് പൊടിയാണ്. നടന്നിട്ടേ കാലൊക്കെ കിടന്ന് വിറയ്ക്കുക. അന്യായ ഇറക്കവും കയറ്റവും. അതിനിടയ്ക്ക് നമ്മുടെ പിള്ളേർ ഇവിടെ നിന്ന് മൂത്രിക്കുന്നുണ്ട്. അത്യാവശ്യം മനസ്സിലല്ലോ വേണ്ടാ. മാല പോലും ഇടാതെ വല്ലവൻ്റെ കിട്ടും താങ്ങി നിൽക്കുന്ന അങ്ങനത്തെ ഒരുത്തൻ. ഇവനെ നോക്കി വെച്ചോ, അതങ്ങനെ ഒരുത്തൻ. അത് തന്നെ കള്ളി. ഗ്ലൂസ് പൊടി.
വേണ്ടേ പട്ടിരണ നീ വീണതോ വീണ് വീണ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ഇതാവും. ഒന്ന് അങ്ങോട്ട് മാറിയ പണി പാളും. രണ്ടു ബോള് വേനെടുക്കുന്നു. കുട്ടേട്ടന്റെ അവസ്ഥ സുഭാഷ് കേറി പോകാന്ന് പറയേണ്ടി വരിയിരുന്നു. വീണ പോയി പിള്ളേരെ വീണാ പോയതാ. പിന്നെ ഒന്നും കിട്ടാനോ വാരി എടുക്കാനൊന്നും ഇല്ല. ചതഞ്ഞ് തൊലഞ്ഞ് ബോധം പോവും. ഇച്ചിരി റിസ്കി വഴിയാ. അപ്പം നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം. ഈ റിസ്ക് പിടിച്ച സ്ഥലത്തൂടെ കഴിഞ്ഞിട്ട് ഇനി കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് കയറി കണ്ടു കഴിഞ്ഞാൽ സീനാവും. അതാണ് സീൻ. പിള്ളേരെ നമ്മളങ്ങനെ കാനപാതയിൽ കൂടെയുള്ള യാത്രയൊക്കെ അവസാനിച്ച് നമ്മളിപ്പോൾ കുളിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. കാണിച്ചു തരാം. കുളിക്കാൻ ഇതൊക്കെ ഹൈലി റിസ്ക് എടുത്തിട്ടുള്ള ഷോട്ടുകളാണ്. ഓക്കെ, ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇതാണ് അയ്യപ്പൻ കുളിച്ച സ്ഥലം. ഇതൊക്കെ കുളിച്ച് ഇറങ്ങടാ 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 കുളിയടാ കുളിയടാ. ആ ഇന്ന ഇട്ടോ ഇട്ടോ എന്നാ മാറിക്കോ മാറിക്കോ. അങ്ങനെ നമ്മള് അയ്യപ്പൻ കുളിച്ച സ്ഥലത്ത് നമ്മള് കുളിയെല്ലാം കഴിഞ്ഞ് സെറ്റായി നമ്മൾ നേരെ സന്നിധാനത്തിലോട്ട് പോവാണ്. ബാക്കി നമുക്ക് അവിടെ വെച്ച് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പറ്റുമെങ്കിൽ അത് കാണിച്ചു തരാം. നമ്മൾ സന്നിധാനത്തെത്തി. അങ്ങനെ സ്വാമിയെ കണ്ട് എല്ലാ പരിപാടികളും നമ്മൾ തീർത്ത്. നല്ല തിരക്കാണ്, അത്യാവശ്യം നല്ല തിരക്കാണ് ഈ പരിപാടിയെല്ലാം. ഒന്ന് പിടിച്ചാ അറിയാൻ പോവാ. അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം സമാപിച്ചിരിക്കുന്നു. നമ്മളങ്ങനെ തിരിച്ചും മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പമ്പയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പമ്പയിലോട്ട് പുള്ളി എന്ത് പറഞ്ഞാൽ എനിക്കും മനസ്സിലായില്ല, പുള്ളിക്കും മനസ്സിലായില്ല. അപ്പൊ നമുക്ക് പമ്പയിൽ ചെന്നിട്ട് കാണാം. പാപങ്ങളെല്ലാം കഴുകി കളഞ്ഞിട്ടില്ല, തുടങ്ങിയതേ ഉള്ളൂ. ഇനി അടുത്ത വർഷത്തേക്ക് ബാക്കി ലോഡിങ് ആണ് പാവങ്ങളെല്ലാം. നമുക്ക് പമ്പയിൽ ചെന്നിട്ട് കാണാം. ഈ പോകുന്ന ഐറ്റം വെച്ചിട്ടാണ് ഇവിടെ ഫുഡിൻ്റെ കാര്യങ്ങളും സെറ്റപ്പൊക്കെ നടത്തുന്നത്. മേലോട്ടുള്ള പാചകത്തിനുള്ള ഗ്യാസ് അത് കണക്കത്തെ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു ഐറ്റം വെച്ചിട്ട്. അതാണിപ്പോൾ പോയത്. അങ്ങനെ നമ്മൾ പമ്പ ക്യാച്ച് ചെയ്തിരിക്കുകയാണ്. പമ്പയും കഴിഞ്ഞ് ഏകദേശം അവസാനിച്ച രീതിയിലാണ്. ഇനി നമ്മൾ നാളെ പേട്ടയും കൂടെ കണ്ടിട്ട് പരിപാടി തീർക്കുന്നതായിരിക്കും അല്ലേ? അതെ, 100%. വയ്യാതായതുകൊണ്ടാട്ടോ ആരും മിണ്ടാത്ത. ബസ് കയറണം. അടുത്ത് നമ്മൾ ബസ് കയറി സ്ഥലം വിടുന്നതാണ്. അപ്പം ഈ വ്ളോഗ് ബസ് കയറി നാളത്തേക്ക് സെറ്റാക്കുവാണ്. നമ്മളെല്ലാവരും കാണുക, അത്രേ പറയാനുള്ളൂ. ബൈ.